ഡീലാരോപണത്തിലും ചെറ്റത്തര പരാമർശം വിടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 വോട്ടിനായി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് LDF-നില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. VD സതീശൻ ശുദ്ധ അസംബന്ധം പറയാൻ മടിയില്ലാത്ത ആളാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. RSSനെതിരെ നിലപാടെടുത്തത് CPIM ആണെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഏത് ചെകുത്താരെയും കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറുമെന്ന EMSന്റെ നയമാണ് പിണറായി വിജയനെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നത് 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആരായിരുന്നു RSSനെതിരെ അവിടെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. എന്ത് നുണയും പറയാം എന്ന നില വന്നിരിക്കുന്നുണ്ട്. EMSനെ സാമ്യം തോൽപ്പിക്കാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടത് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഞങ്ങൾക്കും ഇടതുപക്ഷത്തിനും LDF-നുമെതിരെ പ്രചരണം നടത്തിയാൽ ചെലവാകുന്ന കാര്യമാണ്. ചിലർ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നതിൽ ഞങ്ങൾ ഈ ഫോട്ടോ സത്യമാണോ? സത്യമല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഡീൽ എന്താണ്? അതിന് മറുപടി പറഞ്ഞിട്ടില്ല. RSSുമായിട്ട് BJPയുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പാർട്ടി കോൺഗ്രസ് ആണ്. അതിന് പല ഘട്ടത്തിലായി നേതൃത്വം കൊടുത്തത് VD സതീശനുമാണ്. RSSനെയും സംഘപരിവാർ വിഭാഗത്തെയും BJPയെയും ശക്തിയായിട്ട് രാഷ്ട്രീയമായും ആശയപരമായും എല്ലാം എതിർത്ത് പ്രതിരോധിച്ച് നിലപാട് സ്വീകരിച്ച പാർട്ടി CPIM ആണ്. BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടാക്കി കൊടുത്തു. BJPക്കെതിരെയുള്ള സകലമാന കേസുകളും ഇല്ലാതാക്കി. കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവാണ് BJP. ഭരണ തുടർച്ചയില്ലാതെ ഇരുന്നാൽ വീട്ടിലിരിക്കാൻ കഴിയില്ല, ജയിലിരിക്കേണ്ടി വരും എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഭരണം ആരെ പിടിച്ചിട്ടെങ്കിലും പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തുക. ആ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇന്ന് മുഖ്യമന്ത്രി തൃശൂരിലാണ് മാധ്യമങ്ങളെ കണ്ടത്. ഡീൽ വിവാദത്തിൽ RSS ബന്ധം, BJP ബന്ധം കോൺഗ്രസിനാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അതേസമയം മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തിരിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ജേസൺ തന്നെ ചോദിക്കുന്നുണ്ട്, PM ശ്രീയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചോ? ജേസൺ. സ്മൃതി, ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾക്കുള്ള മറിച്ചുള്ളൊരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. പട്ടാമ്പിയിൽ EMSനെയും പാലക്കാട് AKGയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസുമായി RSS കൂട്ടുപിടിച്ചു എന്നതാണ് പ്രധാനമായി അദ്ദേഹം ആവർത്തിച്ചുകൊണ്ട് ഉന്നയിക്കുന്ന ആരോപണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ രാഷ്ട്രീയ ചരിത്രം ആവർത്തിച്ച് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ 1977 RSSന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് താൻ വിജയിച്ചു, താൻ മത്സരിച്ചു എന്നതിന് നേരിട്ടൊരു ഉത്തരവും അദ്ദേഹം പറഞ്ഞില്ല. മാത്രമല്ല, PM ശ്രീയും അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം കലക്കലും അതുപോലെ തന്നെ ADGP വിവാദമടക്കം VD സതീശൻ ഇന്നലെ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളിൽ ഒരു ആരോപണത്തിന് പോലും അദ്ദേഹം മറുപടി നൽകാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അദ്ദേഹം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, അത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രകോപിതനാകുകയാണ് ഉണ്ടായതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത്, താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാതെ പറയുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. 1977 RSSന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടിയും നൽകുന്നില്ല എന്ന് എടുത്തു പറയണം. മൊത്തത്തിൽ പറഞ്ഞാൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയില്ല. മറിച്ച് RSSും കോൺഗ്രസും തമ്മിൽ ഒന്നിച്ച് മത്സരിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് ഉണ്ടായതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്മൃതി. ശരി, ജേസൺ ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.